പെൺകുട്ടികളുടെ വിഭാഗം ഇംഗ്ലീഷ് കഥാരചനാ മത്സരത്തിൽ ഒരു മുഖം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ആലപ്പുഴ സ്വദേശി പാർവതി ഗോപകുമാറായിരുന്നു അത്. ഇടത് കൈകൊണ്ട് ഭംഗിയായി ആംഗലേയ പദം കടലാസിലേക്ക് പകർത്തുകയാണവൾ. എന്നാൽ വലത് കൈകളിലേക്ക് നോക്കിയപ്പോൾ ആകെ ഒരു വിഷമം. ഒരു താൽക്കാലിക ഭാഗം മാത്രമായിരുന്നു അത്. കൃത്രിമ കൈകളിൽ പാടും താങ്ങി പുറത്തേക്കിറങ്ങി അവൾ പറഞ്ഞു, 2010 ആലപ്പുഴയിലുണ്ടായ ഒരു അപകടത്തിൽ എൻ്റെ വലത് കൈ നഷ്ടപ്പെട്ടു. അച്ഛനൊപ്പം അവൾ ആദ്യ കലോത്സവവേദിയിൽ നിന്നും അകന്നു. ഇംഗ്ലീഷ് കഥാരചനയിൽ ആലപ്പുഴയുടെ ഏക പ്രതിനിധിയായി എത്തിയ അവൾ ഇവിടെയും കഥ പറഞ്ഞു. എൻഡ് ഓഫ് ദ ജേണി. She knew not only the death of mercy and love had happened in the world, but the death of innocence too. Fate or whatever you call it. ദുരിതക്കയത്തിൽ ഒരിക്കലും തളരാതെ പെഷവാറിൽ ജീവിച്ച ഒരമ്മ തൻ്റെ പൊന്നുമകനെ ആദ്യമായി വിദ്യാലയത്തിലേക്ക് അയച്ച കഥ. അപകടങ്ങളിൽ നിന്ന് രക്ഷയായി കയ്യിലൊരു ചുവന്ന ചരടും അണിയിച്ചായിരുന്നു യാത്രയയപ്പ്. അന്നായിരുന്നു ആ ഭീകരാക്രമണം. നെഞ്ചുപൊട്ടി ആ അമ്മ ഓടി. ചേതനയറ്റ ജീവനുകൾക്കിടയിൽ ഒരു ചുവന്ന ചരടുള്ള കൈ കണ്ടപ്പോൾ ആ മാതൃഹൃദയം തകർന്നടിഞ്ഞു. എന്നേക്കുമായി കഥാകാരി മടങ്ങുകയാണ് പതിവ് കളികളിലേക്കും കാഴ്ചകളിലേക്കും. എൻഡ് ഓഫ് ദ ജേണിയിൽ എല്ലാം തകർന്ന ഒരമ്മയെ വരച്ചിട്ടപ്പോഴും ഈ മനസ്സ് പതറിയില്ല. ജീവിതത്തിൽ എല്ലാം തികഞ്ഞവർ മാത്രമല്ല വിജയികളാവുക എന്ന് തെളിയിക്കുകയാണ് പാർവതി. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ വിഘ്നേഷിനൊപ്പം കെ ശശീന്ദ്രൻ, റിപ്പോർട്ടർ.